ഒരു ഉടമ്പടി ധ്യാനം തമ്മിലും പൂർണ്ണമായിട്ട് അങ്ങ് അതേപോലെ ആവർത്തിക്കപ്പെടത്തില്ല. കാര്യം ഒരു ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് നിനക്ക് ആ ധ്യാനം മിസ് ചെയ്താൽ അത് മരണം വരെ അത് മിസ്സിങ് ആയിരിക്കും. കാരണം പിന്നീട് ഒരിക്കലും അത് പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ, ഉടമ്പടി ധ്യാനം ഒരെണ്ണം പോലും മിസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രം പോലെ, അത് ചട്ടപ്പടി പ്രോഗ്രാം പോലെ ആചാരവട്ടം അനുസരിച്ചുകൊണ്ട് അനുവർത്തിച്ച് പോകുന്ന ഒരു ക്രിയയല്ല അത്. മറിച്ച് ആ ഉടമ്പടി ധ്യാനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട സ്വർഗീയമായ എന്തെങ്കിലും മുദ്രകൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ, സീൽ ഔട്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതേ ആദരവോടെ സ്നേഹത്തോടെ അത് നമ്മൾ ജീവിതത്തിൽ നടപ്പിൽ വരുത്തണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ വചനത്തോട് വിശ്വസ്തയുള്ളവരാണ്, ഉടമ്പടിയോട് വിശ്വസ്തയുള്ളവരാണെന്ന് അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം വാട്ട് ഇസ് സിൻ, എന്താണ് പാപം. അപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ സെമിനാരിലൊക്കെ പഠിക്കുന്ന കാലത്ത് പാപത്തെക്കുറിച്ച് പറയണത് സിൻ ഇസ് ദ ആബ്സെൻസ് ഓഫ് ലവ്. അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഭാവമാണ് പാപം. അങ്ങനെ ദൈവശാസ്ത്രജ്ഞന്മാരൊരു കാഴ്ചപ്പാടിലെത്താൻ കാരണം പാപം നിയമലംഘനമാണെന്ന് യോഹന്നാനിലൂടെ വെളിപാടുള്ളത് കൊണ്ടാണ്. നമ്മളൊന്ന് യോഹന്നാൻ വായിക്കുമ്പോൾ പാപം എന്താണെന്ന് യോഹന്നാൻ പറയുന്നുണ്ട്, അത് നിയമലംഘനമാണ്. അപ്പോൾ എന്താണ് നിയമലംഘനം എന്ന് ചോദിച്ചാൽ, പഴയ നിയമത്തിൽ 10 കൽപ്പനകളാണ് നിയമം. കാരണം നിയമപുസ്തകം എന്നാണ് ഈ 10 കൽപ്പനയൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉൽപ്പത്തി അല്ലെ പുറപ്പാട് 24 വായിക്കുമ്പോൾ ഉടമ്പടി പുസ്തകമെന്നും വിളിക്കും. പഴയ നിയമത്തെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ഉടമ്പടി പുസ്തകം. അപ്പം ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? നിയമമാണ്. പാപം എന്ന് പറയുന്നത് എന്താണ്? നിയമലംഘനമാണ്. അപ്പോൾ പാപം എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടി ലംഘനമാണ്. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ നിയമം എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതാണ് നിയമം. നിയമം എല്ലാം ഇങ്ങനെ സമഞ്ജസമായിട്ട് സമ്മേളിച്ച് അതിനെ കാച്ചി കുറുക്കി അതിൻ്റെ സത്ത എടുത്തിട്ട് ഈശോ പറയും, there is only one law persist, that is love. എന്നിട്ട് love at the level of the cross എന്ന് പറയും. യേശു നിയമത്തെ എല്ലാം എടുത്തിട്ട് യേശു എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമത്തിനൊരു നിയതമായ സമഗ്രതയും ഒരു വ്യക്തതയും വരുത്തിയിട്ട് പറയും വാട്ട് ഇസ് ലവ് എന്ന് പറയും. ഇപ്പം എന്താണ് സ്നേഹം, എന്താണ് നിയമം എന്ന് പറഞ്ഞിട്ട് യേശു പറയും, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഇപ്പം ഒരു മാതൃകയാണ് വരുന്നത് അവിടെ. പാപം എന്ന് പറയുന്നത് ഒരു മാതൃകയ്ക്ക് എതിരെയുള്ള നടപടികളാണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്. വാട്ട് ഈസ് സിൻ? സിൻ എന്ന് പറയുന്നത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്കുണ്ട്. നമുക്ക് അവലംബിക്കാൻ ഒരു മാതൃകയുണ്ട്. ഈ മാതൃകയ്ക്ക് താഴെ വരുന്നതെല്ലാം സിന്നായിട്ട് മാറും. അപ്പോൾ പാപം എന്നുള്ള വിഷയത്തെ യേശു എന്ന വ്യക്തിയുമായിട്ടാണ് റെഫർ ചെയ്യണത്. അവിടെ കൽപ്പനയൊന്നുമില്ല. പാപം എന്നൊരു വിഷയത്തെ യേശുവിന് എതിരായിട്ടുള്ള മനോഭാവങ്ങളെ, അഭിരുചികളെ എല്ലാം പാപമാണ്. എന്താണ് പാപമെന്ന് ചോദിച്ചാൽ, യേശുവിനെ നഷ്ടപ്പെടുത്തുന്നത് എല്ലാം പാപമാണ്. യേശു ഒരു വ്യക്തിയായിരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു ശക്തിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ശക്തി, ദാറ്റ് ഇസ് ഗ്രേസ്, കൃപ, അത് നിർവീര്യമാക്കുന്നത് എല്ലാം പാപമാണ്. ഏത് ഒരു മനോഭാവമാണ്, ഏതൊരു നിലപാടാണ്, ഏതൊരു ഉള്ളിലിരിപ്പാണ് നിനക്ക് യേശു ക്രിസ്തുവിനെ എൻ്റെ ശക്തി നിർവീര്യമാക്കുന്നത്, ദാറ്റ് ഇസ് സിൻ. ഉടമ്പടിയിൽ വരുമ്പോൾ എന്താണ് ഉടമ്പടി അനുസരിച്ചുള്ള പാപം? അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കേണ്ടി വരും നമ്മൾ. എന്താണ് ഉടമ്പടി അനുസരിച്ചുള്ള പുണ്യമെന്ന് നമ്മൾ
ആലോചിക്കേണ്ടി വരും. എന്താണ് ഉടമ്പടി അനുസരിച്ചുള്ള പുണ്യം? ഉടമ്പടി അനുസരിച്ചുള്ള പുണ്യം എന്ന് പറയുന്നത് അവൻ പറയണത് പോലെ ചെയ്യണതാണ് ഉടമ്പടി അനുസരിച്ചുള്ള പുണ്യം. നമുക്ക് പുണ്യം നഷ്ടപ്പെട്ട്, കൃപ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ മാർഗം എന്താണ്? നഷ്ടപ്പെട്ട പുണ്യത്തെ റീക്യാപ്ചർ ചെയ്യുകയാണ്, റീസ്റ്റോർ ചെയ്യണം, അതിൻ്റെ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ അത് കൊണ്ടുവരണത്? അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഉടമ്പടിയുടെ പുണ്യം അവൻ പറയണത് പോലെ ചെയ്യുകയാണെങ്കിൽ ഉടമ്പടിയുടെ പാപം എന്തായിരിക്കും? അവൻ പറയണ പോലെ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ വാട്ട് ഇസ് സിൻ? എന്താണ് പാപം? ഉടമ്പടി അനുസരിച്ചുള്ള പാപം എന്താണ്? ഉടമ്പടി അനുസരിച്ചുള്ള പാപം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യാത്തതെല്ലാം ഉടമ്പടി അനുസരിച്ചുള്ള പാപമാണ്. ഇതാണ് വിഷയം. ഇതുകൊണ്ടാണ് അനുതാപവും കുമ്പസാരവും ഒരു 2-3 ആഴ്ചയായിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി വിഷയമായിട്ട് വരണത്. അവൻ പറയണതനുസരിച്ച് ചെയ്യാതിരിക്കണതെല്ലാം പാപമാണ്, ഉടമ്പടി അനുസരിച്ചുള്ള പാപമാണ്. അപ്പോൾ ഓരോ ഉടമ്പടി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആ വ്യക്തി ഉടമ്പടി 2 കാര്യങ്ങൾക്ക് ആ വ്യക്തി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു സൂചിനൂലും ഓട്ടം പോലെയാണ് ഉടമ്പടി ഓട്ടം എന്ന് പറയണത്. 2 കാര്യങ്ങൾക്ക് ആ വ്യക്തി ശ്രദ്ധിക്കണം. ഒന്ന്, അവൻ ഓടണം അല്ലെങ്കിൽ അവൾ ഓടണം. രണ്ടാമത്തെ എന്താണ്? ചുമ്മാ ഓടി മറ്റുള്ളവരുടെ ഒപ്പത്തിൽ നിന്ന് ജയിച്ചാലും പറ്റത്തില്ല. ആ ജയിച്ച് വന്ന സമയത്ത് നൂല് സൂചിയിൽ കോർത്തിരിക്കണം. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഈ ഉടമ്പടി യാത്രയിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കണം, നിൽക്കണ പാട്ടത്തിന് നിൽക്കരുത്, വളർച്ച ഉണ്ടാകണം. രണ്ടാമത് എന്താണ്? ലക്ഷ്യം സാധിച്ചിരിക്കണം. വളർച്ച ഉണ്ടായാലും മാത്രം പോരാ, ലക്ഷ്യം സാധിക്കണം. എന്താണ്? സൂചിയുടെ കുഴയിൽ നൂല് കോർത്തിരിക്കണം. ഇപ്പം നമ്മൾ ജയിച്ചു, അപ്പോൾ അതിൻ്റെ ബീഡിൽ വന്നിട്ട് നോക്കിയപ്പോൾ അയ്യോ നൂല് കോർത്തില്ല എന്ന് പറയാം. അപ്പോൾ ആൾ ഔട്ടായി. നൂല് കോർത്തു, പക്ഷേ നമ്മൾ ഓടിയെത്തിയില്ല, അപ്പോൾ നമ്മൾ ഔട്ടായി. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഉടമ്പടി വളരെ ഒരു വ്യക്തിയെ വളരെ ചിട്ടയായ രീതിയിൽ ദൈവത്തിൽ വളർത്തണ ഒരു പ്രാർത്ഥനയാണ്, ഒരു ജീവിത രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. പക്ഷേ അതിൻ്റെ വിഷയമെന്ന് പറയണത് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കണം. ഓടിക്കഴിയുമ്പോൾ സൂചി കോർത്തുകൊണ്ട് നൂല് കോർത്ത് കഴിഞ്ഞിരിക്കണം. ഇത്രയും 2 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാനുണ്ട്. എന്നുവെച്ചാൽ അപ്പോൾ ഉടമ്പടിയിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഉടമ്പടി നമ്മൾ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഉടമ്പടിയിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കണം. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ള ലക്ഷ്യം സാധിച്ചുകൊണ്ടേയിരിക്കണം. 2 ഒരുമിച്ച് ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷേ നിർഭാഗ്യവശാൽ ഉടമ്പടി അതിൻ്റെ തുടക്കക്കാരെപ്പോഴും സംഭവിക്കുന്നത്, അവരെന്താണ് ഉടമ്പടിയിൽ എഴുതി വച്ചിരിക്കുന്നത്? മകളുടെ കല്യാണക്കാര്യമോ അല്ലെങ്കിൽ വീട് വെക്കണതോ വീട് വാങ്ങിക്കണതോ ജോലി കിട്ടണതോ ആ കാര്യത്തിലാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അതാണ് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വരണത്. നിങ്ങൾ ഉടമ്പടി ശ്രദ്ധിക്കുന്നത് മാതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന വിഷയങ്ങളിൽ മാത്രമാണ്. ആ വിഷയങ്ങൾ എന്തിനുള്ളതാണ് സംഭവമാണ്? ആ വിഷയങ്ങളിലൂടെ അതൊരു ചെറിയൊരു ഇരയാണ്. നമ്മൾ അതിട്ടിട്ട് വലിയ മീൻ പിടിക്കും. എന്തിനാണ് മീൻ പിടിക്കണത്? നിത്യതയെന്ന് പറഞ്ഞ വലിയ മീൻ പിടിക്കണ സംഭവമാണ്. നമ്മളെ എഴുതിയിട്ടിരിക്കുന്ന ചെറിയൊരു കാര്യമാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് തരണതോ നിങ്ങൾക്ക് റെസ്റ്റില്ലാത്ത നല്ല ഒരു ആത്മീയ അഭ്യാസം തരുന്നുണ്ട്. അത് വളരെ കർക്കശമായി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊരു പകുതി കർക്കശത്തോടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം നിങ്ങളുടെ ദൈവസ്നേഹത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദൈവസ്നേഹത്തെ ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ നിറക്കണമേ. ദൈവസ്നേഹത്താൽ എൻ്റെ ആത്മീയ ജീവിതത്തെ അങ്ങ് നിറക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹത്താൽ ജ്വലിച്ച് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം പാലിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യണമേ. ഹല്ലേലൂയ.
സ്നേഹമേ അങ്ങേക്കൊരായിരം സ്തോത്രമേ. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തുവൻ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തുവൻ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയത് സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിയത് സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത് നമ്മൾ പറഞ്ഞു. ഉടമ്പടിയുടെ പാപം എന്ന് പറയുന്നത് ദൈവം അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ്. ഇപ്പം നമ്മൾ വീണുപോയ ആൾക്കാരുടെ എല്ലാവരുടെയും വീഴ്ചയുടെ കാരണങ്ങൾ അന്വേഷിച്ചാൽ ഹൗവ വീണുപോയത് എന്താണ്? അല്ലെങ്കിൽ ആദം വീണുപോയത് എന്തുകൊണ്ടാണ്? അവൻ പറയണത് പോലെ ചെയ്യാത്തത് കൊണ്ടാണ്. വ്യക്തമല്ലേ? അവിടെയൊക്കെ വീഴ്ചയ്ക്ക് കാരണം എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ്. വളർച്ചയ്ക്ക് കാരണം എന്താ? അവൻ പറയണത് പോലെ ചെയ്യണതാണ്. ഉറപ്പല്ലേ? ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ കായൻ്റെ വീഴ്ചയ്ക്ക് എന്താ കാരണം? ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ? ഉചിതമായത് അവിടെ ഉടമ്പടിക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഉചിതമെന്നാണ്. അതായത് ഉടമ്പടി പ്രകാരം ചെയ്ത്, അതായത് അവൻ പറയണ പോലെ ചെയ്താലെന്നതിൻ്റെ അർത്ഥം. ഉചിതമായി ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടുകയില്ലേ? അതായത് ദൈവം പറയണ പോലെ ചെയ്താൽ നിൻ്റെ ബലിയും സ്വീകരിക്കപ്പെടുകയില്ലേ എന്നാണ് ചോദിക്കണത്. ഇതിനൊക്കെ വരണത് ഈ വിഷയം നമുക്കൊന്നും അറിയാഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെക്കുറിച്ച് നമുക്ക് നല്ല ശരിക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ അപകടം മുഴുവനും. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് വന്ന് പറയാതിരുന്നെങ്കിലേ നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിവ് കഴിവുണ്ടായിരുന്നേനും. പറഞ്ഞത് കാരണം ഒഴിവ് കഴിവില്ല. ഈ വചനം ഓരോ കാലത്തും വചനം അറിയുകയും കേൾക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ സ്പേസ് കുറഞ്ഞ് വരുന്നു എന്നാണ്. രക്ഷപ്പെടാനുള്ള സ്പേസ് കുറഞ്ഞ് വരും. ഭയങ്കര അപകടം പിടിച്ചൊരു പരിപാടിയാണ് ഇല്ലേ? ഇപ്പം നമ്മുടെ ശ്വാസം എടുക്കാനുള്ള സ്പേസ് കോവിഡൊക്കെ ചെന്ന് തറക്കണത് എവിടെയാണ്? ശ്വാസം എടുക്കാനുള്ള സ്പേസ് കുറഞ്ഞ് വരും. പിന്നെ തീരുമ്പോൾ നമ്മൾ പുറത്ത് ശ്വാസകോശം ഫിറ്റ് ചെയ്യും, വെൻറ്റിലേറ്റർ അല്ലേ? സ്പേസ് കുറയണതാണ്. ഇതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ വെൻറ്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്പേസ് വചനം കേട്ട് വരുന്തോറും സ്പേസ് കുറഞ്ഞു വരും. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞ ഈശോ തന്നെയാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയാതിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടായേനം, ഒഴിവ് കഴിവുണ്ടായേനം, തെന്നി മാറാനും രക്ഷപ്പെടാനും ഒക്കെ ഒഴിവ് കഴിവുണ്ടായേനം. നിങ്ങളുടെ സ്പേസ് ഞാൻ കുറയ്ക്കും. എങ്ങനെ കുറക്കുന്നു? വീണ്ടും വചനം പറഞ്ഞ്. ഇപ്പം എനിക്കൊക്കെ സ്പേസ് ഇല്ലെന്ന് വേണേൽ പറയാം. കാര്യം എന്താ? ഞാൻ വചനം പഠിപ്പിക്കുകയും ചെയ്യുന്നയാളാണ്. എല്ലാം എനിക്ക് ഒരുത് അറിയാം വിഷയങ്ങൾ. അപ്പോൾ എനിക്ക് സ്പേസ് ഇല്ല. എനിക്ക് അല്പം തെറ്റിയാൽ ഉടനെ വെൻറ്റിലേറ്റർ കൊണ്ടു നോക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആരും ധരിക്കരുത് വചനം കേൾക്കുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമാണെന്ന് കേൾക്കരുത്. അത് ആർക്കാണ്? അത് അനുവർത്തിക്കാൻ സാധ്യതയുള്ളവർക്ക് മാത്രമാണ് ദൈവാനുഗ്രഹം. അല്ലാത്തവർക്കെല്ലാം വചനം കേൾക്കുന്നത് ശാപമാണ്. എന്താ കാര്യം? ഞാൻ നിങ്ങളോട് പറയാതിരുന്നെങ്കിൽ നിങ്ങളുടെ പാപത്തിന് ഒഴിവ് കഴിവുണ്ടായേനം. പറഞ്ഞത് കാരണം ഒഴിവ് കഴിവില്ല, സ്പേസ് ഇല്ല.
അപ്പോൾ ഓരോ വചനം കേൾക്കുമ്പോഴും നമ്മുടെ സ്പേസ് കുറഞ്ഞു വരികയാണെന്ന് ഓർക്കണം. അപ്പം നിങ്ങളോർക്കും അങ്ങനെ പിന്നെ വചനം കേൾക്കാതിരിക്കണതല്ലേ നല്ലത്? ശരിയാണ്, തീർച്ചയായിട്ടും കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ദൈവം അങ്ങനെ ഒരാളെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ ആ വിഷയത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കും. എന്താ പറയണത്? അവർ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, അങ്ങനെ മാനസാന്തരപ്പെടുക, ഞാനവരെ സംരക്ഷിക്കുക അസാധ്യം. എന്താണ്? ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. അതാണ് സംഭവം. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ പണി കുറഞ്ഞിരിക്കും. ഒരാത്മാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് വേറെ ഇതിൻ്റെ വരുമ്പോൾ ഓപ്ഷൻ ഇല്ലാതെ മാറുകയാണ്. എന്താണ്? നമുക്ക് കേൾക്കാണ്ടിരിക്കാനും പറ്റത്തില്ല, കേട്ടാൽ അത് അനുവർത്തിക്കാതിരിക്കാനും പറ്റത്തില്ല. രണ്ടും, കേൾക്കാതിരിക്കണതും അനുവർത്തിക്കാതിരിക്കണതും ഒരേ ഫലമാണ് തരണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനത്തിൻ്റെ ജീവിതത്തിലുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് എനിക്ക് കൂടുതൽ ബോധ്യം നൽകുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-5 വാക്യത്തിൽ ഒരു കൊലപാതകിയുടെ നെറ്റിയിൽ ദൈവം അടയാളമിടുന്നുണ്ട്. ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. കായേൻ്റെ നെറ്റിയിൽ ദൈവം ഒരു അടയാളമിടും. കാര്യം കായേന പറയണത്, ഞാൻ പാപം ചെയ്ത കാരണം എൻ്റെ പ്രൊട്ടക്ഷൻ പോയി, അത് കാരണം ഏത് സമയത്തും ഞാൻ ആക്രമിക്കപ്പെടാം, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ദൈവം അവൻ ഏദോനിലേക്ക് പോകാൻ നേരത്തെ കിഴക്ക് പോയി താമസിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സന്നിധി വിട്ടു പോകുമ്പോൾ അവനൊരു അടയാളം ഇട്ടിട്ടാണ് വിടുന്നത്. സന്നിധി ദൈവത്തിൻ്റെത് വിട്ടുപോയാലും ഒരടയാളം ഇട്ടിട്ട് വിടും. എന്താണ്? ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള അടയാളം. ആർക്കാണ് കൊടുക്കുന്നത്? കായേന്. എന്തിനാണ് കൊടുക്കുന്നത്? സംരക്ഷിക്കപ്പെടാൻ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ് അതിൻ്റെ സോഴ്സ്? എന്താണ്? കരുണയാണ്. അപ്പോഴേ ഒരു 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 പാപം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണയെ ദൂർത്തടിക്കുന്നതാണ് പാപം. കായൻ്റെ ഇപ്പം നമുക്ക് 5:4-5 ഉൽപ്പത്തി പുസ്തകം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇവൻ്റെ കൊലപാതകയായിട്ട് മാറുകയാണ്. ആബേലിനെ കൊന്നു. അവൻ പറയണ പോലെ ചെയ്യാഞ്ഞത് കൊണ്ടാണ് കായൻ പാപിയായി മാറുന്നത്. അനുചിതമായി, ഉടമ്പടി പ്രകാരമല്ല, ഉചിതമായി ചെയ്തിരുന്നെങ്കിൽ നിൻ്റെ ബലി സ്വീകരിക്കപ്പെടത്തില്ലേ എന്ന് ചോദിച്ചാൽ, ഉടമ്പടി പ്രകാരമാണ് നീ ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് സ്വീകാര്യത കിട്ടത്തില്ലേ എന്ന് ചോദിച്ചിട്ട്, പക്ഷേ അവൻ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ അവൻ ദൈവത്തോട് എനിക്ക് ഓരോടോ ഇല്ലാണ്ടായല്ലോ എന്ന് പറഞ്ഞപ്പോഴേ, എല്ലാവരും എന്നെ കൊല്ലാൻ വരണമല്ലോ എന്ന് പറഞ്ഞപ്പോഴേ ദൈവം കൈ നീട്ടി അവൻ്റെ നെറ്റിയിലൊരു അടയാളമിട്ട്, ആരും നിന്നെ കൊല്ലത്തില്ല എന്ന് പറയും. ഇത് ഒരു കരുതി വെച്ച കരുണയാണ്. കാലം കരുതി വെച്ച എന്നൊക്കെ പറഞ്ഞില്ലേ, ഭാഷയിലൊക്കെ ആൾക്കാർ പറയത്തില്ലേ, കാലം കരുതി വെച്ച കാവ്യനീതി എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ഇതുപോലെ
മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം കരുണയുടെ ഒരു സാഗരം കരുതി വെച്ചു. കാര്യം ഇത് കൈവിട്ട കളിയാണെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. മനുഷ്യൻ എത്ര നല്ലവനെന്നറിയപ്പെട്ടാലും ഒരു നിമിഷം എല്ലാം മറന്ന് ദൈവത്തിനെതിരെ തിരിയും. ഇത് വലിയൊരു സംഭവമാണ്. പക്ഷെ ഈ വിത്തിനിട്ട നമ്മൾ വിത്തിനിട്ട നെല്ല് നമ്മളെടുത്ത് പുഴുകി തിന്നാനുള്ള അവസ്ഥ എന്തായിരിക്കും? അത്രയും പാപ്പരാകുമ്പോഴാണ് അടുത്ത കൊല്ലത്തെ കൃഷിക്കുള്ള വിത്താണ് നമ്മളെടുത്ത് അരി വെക്കണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പ് നമുക്ക് വേണ്ടി കരുതി വെച്ച കരുണയുണ്ട്. കാര്യം മനുഷ്യൻ ദൈവത്തിന് സ്നേഹം കൊണ്ട് ഇരിക്കപ്പുറതിയില്ലാതെ ചെയ്തിട്ടുള്ള ഒരു വലിയ സൃഷ്ടിയാണ് ഈ മനുഷ്യൻ. അവൻ തെറ്റിപ്പോകുന്ന ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ നിങ്ങൾ മനുഷ്യൻ പാപം ചെയ്യുന്ന ദൈവത്തിന് അറിയാൻ പാടില്ല എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അറിയാമായിരുന്നു. മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ അവന് കൽപ്പന കൊടുത്താൽ തീർച്ചയായിട്ടും അവനത് ലംഘിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ദൈവത്തിന് ഈ മുന്നറിവുണ്ട്. അപ്പോൾ പിന്നെ എന്താണൊരു മാർഗം? അതിനുവേണ്ടി ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ, അവൻ്റെ കയ്യിരിപ്പ് കാരണം അവൻ നശിക്കണത് കണ്ടാൽ അതങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടി ദൈവം ഒരു റിസർവർ ചെയ്യും. എന്താണ്? ഒരു കരുതൽ വെക്കും, കരുണയുടെ കരുതൽ. ഈ കരുണയുടെ കരുതലാണ് കായൻ്റെ നെറ്റിയിൽ അടയാളമായിട്ട് മാറണത്. അല്ലെങ്കിൽ കൊലപാതകയ്ക്ക് കാരുണ്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു ഇവൻ തെറ്റിപ്പോകും. അവൻ്റെ തന്നെ കഴിവ് കൊണ്ടോ അവൻ്റെ തന്നെ മെരിറ്റ് കൊണ്ടോ കരകയറി വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവൻ വീണു പോകും. അപ്പോഴാണ് ഈ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്കൗട്ട് ചെയ്യണത്. ഇത് അനാദികാലം മുതലുള്ള ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ എടുത്തിട്ടുള്ള ഒരു ഫോർമുലയാണ്, പുതിയതല്ലത്. എഫേസ്യസ് 4:8 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും പുതിയതാണെന്ന്. അത് ലോകസ്ഥാപനത്തിന് മുമ്പ് നിഗൂഢമായിരുന്നതെല്ലാം ഉള്ള വെളിപ്പെടുത്തലാണത്. എന്താണ്? ദൈവം ഒരു റിസർവെയറിൽ കരുണ കരുതി വെച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കണത്. കാര്യം അവൻ തെറ്റിപ്പോകുന്നറിയാം. അങ്ങനെ തെറ്റി അവൻ പറയണ പോലെ ചെയ്യാതെ ആദം മരിച്ചു, ഹവ്വ മരിച്ചു, അവരുടെ മക്കളായ കായനും കൊലപാതകം ചെയ്തു. പിന്നെ എന്തു ചെയ്യും? അവരുടെ തന്നെ കഴിവ് കൊണ്ട് അവർക്ക് കരകയറി വരാൻ പറ്റത്തില്ല, നോട്ട് ബൈ മെരിറ്റ്. പിന്നെ എന്തു ചെയ്യും? ബട്ട് ബൈ ഗ്രേസ്. താൻ കരുതി വെച്ച കരുണ ഒരടയാളമായി ഇവൻ്റെ നെറ്റിയിലേക്ക് ദൈവം ചാർത്തും. ഈ കൊലപാതകയുടെ ഹീസ് നോട്ട് ഡിസർവിങ് ഇറ്റ്. അതായത് ഹീസ് നോട്ട് ഡിസർവിങ് ഇറ്റ്, അവന് അവകാശമില്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ആദ്രമായ അനുകമ്പയുടെ കരുണയുടെ ഭാഗമാണ്. ഇതിലാണിത് വർക്കൗട്ട് ചെയ്യണത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ വിത്തിനിട്ടിരിക്കുന്ന നെല്ലെടുത്ത് പുഴുങ്ങത്തിനത് അത്ര ശരിയല്ല. അതായത് നമ്മുടെ മെരിറ്റുകൾ നഷ്ടപ്പെടുകയും ദൈവത്തിൻ്റെ ഗ്രേസിന് മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം നിലനിർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? വിത്തിനിട്ടിരിക്കുന്ന നെല്ലെടുത്ത് പുഴുങ്ങി തിന്നുകയാണ്. അറും പട്ടിണിയാണ് പിന്നെ വരണത്. അറും പട്ടിണിയുടെ കാലമാണ് വരണത്. ഈ ദൈവത്തിൻ്റെ കരുണ അനാദി കാലം മുതൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ അവൻ പറയണ പോലെ ചെയ്യാതെ വീണ്ടും പോകുമെന്നും അവൻ്റെ കരുണ, അവൻ്റെ കൃപ കൊണ്ട്, അവൻ്റെ കഴിവ് മെരിറ്റ് കൊണ്ട് തിരിച്ചു വരാൻ കഴിയുകയില്ല എന്നും പറഞ്ഞത് കൊണ്ടാണ്, എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം കരുണ കരുതി വെച്ചിരിക്കുന്നത്. സൃഷ്ടിക്ക് മുമ്പേ, ലോകസ്ഥാപനം മുമ്പേ. ഈ കരുണയാണ് കാലാന്തരത്തിൽ യേശുക്രിസ്തുവായിട്ട് അവതാരം ചെയ്യുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. എഫേസ്യസ് 2:8 പ്രാർത്ഥിക്കുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അത് നമ്മൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഈശോയെ, ഞങ്ങളുടെ പാപമേഖലയിലെല്ലാം വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, കനിവ് തോന്നണമേ. പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. ഈ ദൈവകരുണ പിന്നീട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ക്രിസ്തുവായിട്ടാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെ ക്രിസ്തു കരുണയുടെ ദൈവത്തിൻ്റെ മുഖമാണ്. കരുണയുടെ കാലത്ത് മാർപ്പാപ്പ അതാ പറഞ്ഞത്, ക്രിസ്തു ദൈവത്തിൻ്റെ കരുണയുടെ മുഖം. ഞാനിപ്പോൾ ജസ്റ്റ് ഓർത്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതായിരിക്കും ചിലപ്പോൾ പാപ്പ ഉദ്ദേശിച്ചിട്ടുള്ളത്. അനാദികാലം മുതലുള്ള ദൈവത്തിൻ്റെ നീക്കിയിരിപ്പ് കരുണ, അതർഹതയില്ലാത്തവർക്ക്, അവരുടെ യോഗ്യതയില്ലാത്തവർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ നിന്നാണ് രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ പൗലോസ് പറയും, രക്ഷ ഒന്നും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല എന്ന് പറയണത്. വെറുതെ അല്ല പൗലോസ് പറയണത്, രക്ഷയൊന്നും നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. എന്താ കാര്യം? അനന്തമായ അനാദികാലം വരെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് അബദ്ധം സംഭവിക്കുമെന്ന് വിചാരിച്ച് അവന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട കരുണയുടെ ഫലമാണ് രക്ഷ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു കരുണയുടെ ദൈവമുഖമായി മനുഷ്യരാശിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനുസരിച്ച് കൊണ്ട് ദൈവകരുണ നമുക്ക് ലഭിക്കും. വിശ്വസിക്കുന്ന അനുസരിച്ച് കൊണ്ടാണ്. അതാണ് വിശ്വാസം വഴി രക്ഷയെന്ന് പൗലോസ് പറയണത്. അപ്പോൾ പക്ഷേ യാക്കോബ് ശ്ലീഹ പറയും, വിശ്വാസം വഴി രക്ഷയെന്ന് പറയണത് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി കൊണ്ടാണെന്ന് പറയും. ഇറ്റ്സ് വെരി ഗ്രേറ്റ് തിങ്. ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്നത് ഈ പ്രവൃത്തിയിലാണ്, വിശ്വാസം കൊണ്ട് മാത്രമല്ല. ഉടമ്പടി വളരെ പ്രൊഫൗണ്ട് ആകുന്നതിൻ്റെ കാരണം ഈ അനന്തമായ ദൈവകരുണ ദൈവം നൽകാൻ തയ്യാറാണെങ്കിലും അതിൽ നമുക്ക് പ്രൊഫിഷ്യൻസി ആൻഡ് ഡെപ്ത്ത് നമ്മൾ നേടിയെടുക്കുന്നത് പ്രവൃത്തി മൂലമാണ്. അവൻ പറയണ പോലെ ചെയ്താണ്. ഈ ദൈവകരുണയും ദൈവകരുണയെ ആർജിക്കാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറയുന്നത്. ഇതെന്ന് പറയണത് സം ടോട്ടൽ ക്രിസ്തു തന്നെയാണ്. ഉടമ്പടിയിൽ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ വാട്ട് വി ഗോട്ട് ദ നെയിം ഓഫ് ജീസസ്, കർത്താവിനെ തന്നെയാണ് ലഭിക്കണത്. അവൻ നിധിയാണെന്നാ പറയണത്. അവൻ നിധിയാണ്. മാത്യുവിലേക്ക് വരുമ്പോൾ പറയും, ഈ ദൈവകരുണ ഇസ് എ ട്രഷർ, a treasure of heaven. എന്താണ് ദൈവകരുണ? അതൊരു ട്രഷറാണ് എന്ന് വെച്ചാൽ പിന്നെ ട്രഷറിനെ കുറിച്ച് പറയും, എന്താണ് ദൈവകരുണ ഒരു നിധിയാണെന്ന് പറയും. ഈ ദൈവകരുണ നിധിയാണെന്ന് പറയുമ്പോൾ, ആ ദൈവകരുണയെ യേശു ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ, ഈ ക്രിസ്തു ഒരു നിധിയാണെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പ്രവർത്തികൾ വരികയാണ്. വിശ്വാസം കേവലം വിശ്വാസത്താലല്ല, പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത് എന്നുള്ള യാക്കോബിൻ്റെ പഠനങ്ങളെ ആദിമസഭ ശരിക്കും അതുപോലെ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. എന്താ പറയണത്? ക്രിസ്തു ഇസ് എ ട്രഷർ. ഇനി ഈ ട്രഷറെ കണ്ടെത്തുകയാണ് നമ്മൾ വിശ്വാസത്താൽ. ട്രഷറെ കണ്ടെത്തിയത് കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല. ഈ ഗോ ആൻഡ് സെൽ, അവിടെയാണ് പ്രവൃത്തി വരണത്. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? നിധി കണ്ടെത്തി കഴിഞ്ഞാൽ ക്രിസ്തുവാണ് നിധി, നിധി ഞാൻ കണ്ടെത്തി, ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ ട്രഷർ. ട്രഷർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് മത്തായി പറയണത്? 13:14 എന്താ പറയണത്? നിങ്ങൾ ആ ട്രഷർ കണ്ടെത്തിയാൽ. ശ്രുതികടെ ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാടുകൾക്ക് ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു.